അപ്പോൾ ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് പല ക്രൈസി ആബ്സല്യൂട്ട്ലി അൺതിങ്കബിൾ കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പോക്കാണ്. നമ്മളിന്ന് എയർപോർട്ടിലേക്ക് പോകലാണ്. എയർപോർട്ടിൽ അത്ര കേസൊന്നുമില്ല, പക്ഷെ നമ്മൾ വേറെ സിറ്റിയിലേക്ക് പോക്കാണ്. അപ്പോൾ ആ വേറെ സിറ്റിയിൽ പേരൊക്കെ അറിഞ്ഞൂടാ. അയ്യോ, എയർപോർട്ട് ആടെ ഇരുന്ന് നിന്നെ അങ്ങ് വരെ ട്രെയിൻ ചെയ്യണം. ഏതായാലും ഈ വണ്ടിക്ക് സ്പീഡുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നല്ല ഡ്രിഫ്റ്റിലടിച്ച് നമ്മളിവിടെ എത്തി ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങും. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ എൻ്റെ മോനെ വണ്ടിയുടെ ഡോറെല്ലാം അടിച്ച് വിളിച്ച്. നമുക്ക് ഒരു പ്രശ്നമില്ല, കാരണം വേറെ വണ്ടി സ്പോൺ ചെയ്യാലോ. ഏതായാലും സത്യം പറഞ്ഞാൽ ആടെ ഒരു പ്ലെയിൻ ഉണ്ട്, പക്ഷേ ആ പ്ലെയിന് ആടെ എവിടെയെങ്കിലും ഇടിച്ചാൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് പുതിയ പ്ലെയിന് സ്പോൺ ചെയ്യലാണ്. അപ്പോൾ ആ പുതിയ സീറ്റിലേക്ക് ഫ്ലൈ ചെയ്യാൻ. എൻ്റെ മോനെ ഇത് പറക്കുമെന്ന് തന്നെ അറിയില്ല. ഇത് പറക്കുമെന്ന് അറിയണ്ട ഈ പ്ലെയിനിന് ഓടിക്കുന്നത്. ഏതായാലും ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ഹാർഡാണ്. ഇത് തെങ്ങിന് അടിക്കില്ല. തെങ്ങിൻ്റെ നേരെ പോയി. അതുകൊണ്ട് നമ്മൾ അടുത്ത സിറ്റിയിലേക്ക് നേരെ പുറപ്പെടുന്നു. അതായത് നമ്മളിവിടെ അഹമ്മദാബാദ് എക്സിറ്റ് ചെയ്യുന്നതാണ്. നമ്മളെ പുതിയ സിറ്റി എത്തി. ഇനി ഇവിടെ എയർപോർട്ട് വരുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം ഇത് പഴയ ഇതൊരു സിറ്റിയാണ്. നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ലാൻഡിങ് കുറച്ച് ക്രാഷ് ആണ്. എൻ്റെ അമ്മേ. അപ്പം നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ ഗൈസ്, നമ്മളെ ലംബോർഗിനി സ്പോൺ ചെയ്തിട്ട് നമ്മൾ കറൻ്റ്ലി നമ്മൾ പോയിക്കൊണ്ടായിരിക്കുന്നത്. എൻ്റെ മുന്നേ ബൈക്കാരനെ അടിച്ചിട്ട് അതിനെക്കുറിച്ച് ഞാൻ ക്രേസി ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇതിനേക്കാളും ക്രേസി കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ സ്റ്റേറ്റ് ഉണ്ട്. നമ്മളെ കാർബോർഡിലേക്ക് എത്തില്ല മോനെ. അതാ വണ്ടി ചാമ്പലായോ? നേരത്തെ ചാമ്പലായ വണ്ടിയാണ്, എന്നാ പറയണ്ട. ഞാനൊരു പറപ്പിച്ച് പോകണ്ടേ. നമുക്ക് കുറച്ച് ക്രൈം സീനുകൾ കമ്മിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഈ റാംബുലൻസ് എൻ്റെ അമ്മച്ചി വണ്ടി അങ്ങോട്ടേക്ക് പറഞ്ഞു പോയി. അപ്പോൾ പറയുന്ന കണക്ക് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഓൻ്റെ പേര് ദേവിക്കാണ്. അപ്പോൾ ഓന് ഇതേപോലെ തന്നെ ചാനലുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ഓനെ ഏതായാലും ഒരു ബംഗാളി പോലത്തെ നടത്തലാണ്, പക്ഷേ ഓന് സ്റ്റിലൊരു നല്ല ആളാണ്, നല്ല കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ ഞാൻ ഓൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഒരു വലിയ ഫാനായി. അതുകൊണ്ട് ഞാൻ അതിൽ സ്പോൺ ചെയ്ത് വെക്കുന്നത് എൻ്റെ വീഡിയോസെല്ലാം. ഏതായാലും തുടങ്ങാല. അടുത്തേക്ക് പോണു. എൻ്റെ മോനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയ. അപ്പോൾ ഇവിടുന്നായിരിക്കും ഞങ്ങൾ ഈ ക്രൈം സീൻ നടത്തുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്രൈം സീനാണ്. ആദ്യം ഞാൻ നമ്മൾ RPG ഓട്ടോ ഫയറിലേക്ക് ആയി മാറ്റുന്നു. പിന്നെ അത് മാറ്റിയിട്ട് അത് ഓട്ടോ ഫയറായി വെടിവെക്കുമെന്നാണ് ഇവന്മാർ പറയുന്നത്. പക്ഷെ ആദ്യം ഞാനൊരു ക്രൈം സീന് നടത്തട്ടെ. കുറച്ച് ആൾക്കാർ കൊല്ലാനുണ്ട്. ഇതേ ഒരാളോട് പോന്ന്, അയാൾ വെടിച്ചല്ല മോനെ ഊമ്പി. ഇനി പോലീസ് എന്തുവായിരുന്നു. ഏതായാലും ആ ചങ്ങി ചത്തു. ഏതായാലും നമുക്ക് ഇവന്മാർ വെടിയേക്കാൻ കഴിയില്ല, കാരണം പോലീസ് ആയതുകൊണ്ട് ഇവിടെ മൊത്തം ബ്ലോക്കാവുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ AK-യിലേക്ക് മാറുന്നു. അപ്പോൾ ഇവിടെ ആളുണ്ടോയെന്ന് അറിഞ്ഞൂടാ. അതാ വേറെ പോലീസ് എന്താ വെടിയേച്ച് വന്നു. എൻ്റെ മോനെ പറഞ്ഞുകൊണ്ടിനാ. അപ്പോൾ ഞങ്ങൾ ഈ പോലീസുകാർ കൊല്ലണം.
ഇവിടെ ആരും ഇല്ലല്ലോ കൊല്ലാൻ. സത്യം പറഞ്ഞാൽ ഇതേ ഒരാളാണ് നടക്കുന്നത്. നമ്മളെ പിടിച്ചു കൊള്ളണം എന്തായാലും. എന്താ നമുക്ക് 3 സ്റ്റാർ വാണ്ടിട്ടാവും നമ്മൾ. സ്നൈപ്പർ കൊണ്ടാവുമെന്ന് അറിഞ്ഞൂടെ. ഇത് ഓള് ഓടുന്നുണ്ട്. ഓടുന്നു. എൻ്റെ മോനെ ഇതാ കറക്റ്റ് മോനെ പോലീസിൽ വന്ന് വിൻഷീൽഡിൻ്റെ അടി നേരിട്ട് അടിച്ചിട്ടാണ് മോനെ അത് ആയത്. എങ്ങനെ ഏതായാലും ചെയ്ത് കറിയൂടാ. ഏതായാലും നമ്മൾ പോലീസുകാർ പഠിക്കുന്നതുകൊണ്ട് ഇതാണ് നമ്മളെ ക്രൈസി കാര്യം ഗൈസ്. താങ്ക്സ് ഫോർ ഗെറ്റിംഗ് ട്യൂൺഡ് ഓൺ ദിസ് വീഡിയോ. അപ്പോൾ മോനെ വാ വാ കൊല്ലി വാ. ഈ മതിലിൻ്റെ അപ്പുറം ആരും കണ്ടോന്ന് ഞാൻ നോക്കട്ടെ. അവിടെ ആരുമില്ലല്ലോ. അതെയോ എൻ്റെ മോനെ മതിലിൻ്റെ അടുത്ത് പോലീസിൽ അടിയൊന്ന്. ഇനി നമുക്ക് അവരെ പിടിച്ച് കൊല്ലാം. അപ്പോൾ ഗൈസ് ആ ദേവിക്ക് ഞാൻ കഴിയില്ലേ, അവന് പല വീഡിയോസും ഉണ്ട്. അപ്പോൾ വൈബ് ഫോർ ദേവിക്ക് എന്ന ചാനലുണ്ട്. ആ ചാനലിൽ പോയിട്ട് ആ ദേവിക്ക് ചങ്ങായിൻ്റെ വീഡിയോസ് എല്ലാം കാണാം. പക്ഷേ ഒരു വീഡിയോ ഉണ്ട് ഓൻ നിങ്ങൾ കാണാൻ വിടാത്ത, അതും കൂടി ഒന്ന് കണ്ടോക്ക്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഇനി നിങ്ങളെ നാളെ കാണാം.